ഇനി ഓണവിപണിയിലെ വിശേഷങ്ങൾ. വിഷരഹിത പച്ചക്കറികളും നിറയെ പൂക്കളുമായി ഇത്തവണത്തെ ഓണം കളറാക്കാൻ ഒരുങ്ങുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ. നിറപ്പൊലിമ എന്ന പേര് നൽകിയിരിക്കുന്ന കുടുംബശ്രീയുടെ പൂക്കൃഷി 250 ഏക്കറിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ വിശേഷങ്ങളിലേക്ക്. അത്തമിങ്ങെത്തിയതോടുകൂടി മലയാളികൾ ഇനി തിരുവോണത്തെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ്. വീട്ടുമുറ്റത്തൊരുങ്ങുന്ന അത്തപ്പൂക്കളത്തിൽ അന്യസംസ്ഥാനത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൂക്കളാണ് ഇടം പിടിക്കാറുള്ളതെങ്കിലും നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ ഇത്തവണ അതിന് ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഓണാഘോഷം കുറെ കൂടി ഗംഭീരമാക്കുന്നതിന് വേണ്ടി നമ്മുടെ വീടുകളിലെയും അയൽ വീടുകളിലെയും കുടുംബശ്രീ പ്രവർത്തകരാണ് അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും നഗരസഭകളിലുമായാണ് ഇത്തവണ പൂക്കൃഷി ഇറക്കുന്നത്. നല്ല ഭംഗിയുള്ള ചെണ്ടുമല്ലിപ്പൂക്കളും വാടാമല്ലിയും ഒക്കെ ഇവിടെ കാണാം. CDSകാർക്ക് കീഴിൽ കുടുംബശ്രീയുടെ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പാണ് നടിയിലും നനയ്ക്കലും ഒക്കെ നടത്തുന്നത്. നിലവിൽ ഇത് 20 സെന്റിലാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈബ്രിഡ് തൈകളാണ് നമ്മളിത് കൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ചേച്ചിമാരുടെ കൂടെ തന്നെ അവരുടെ ഹസ്ബൻഡ്സും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിങ്ങനെ ഒരു വലിയ രീതിയിലുള്ളൊരു പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം കാണാൻ തന്നെ സാധിക്കുന്നത്. കാരണം അതുപോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഴ്ച ചന്തകളുണ്ട്, കുടുംബശ്രീയുടെ തന്നെ ആഴ്ച ചന്തകളുണ്ട്, മാസച്ചന്തകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ചന്തകളുണ്ട്. അതുവഴിയാണ് നമ്മളിത് മാർക്കറ്റ്, മെയിനായിട്ടുള്ള ഒരു മാർക്കറ്റ് അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തവണ സർക്കാർ സ്ഥാപനങ്ങൾ വഴിയും അല്ലാതെ കോളേജുകൾ വഴിയൊക്കെ ഇത്തവണ ഓണാഘോഷം വളരെ വിപുലമായിട്ട് നടത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമുക്കിതുപോലെയുള്ള നമ്മുടെ കർഷകരുടെ ഈ പ്രൊഡക്ഷൻ, ബൾക്കായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷത്തിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ നമുക്ക് ബാധിക്കുന്നില്ല. 2024 40 ഏക്കറിൽ മാത്രമായിരുന്നു പൂക്കൃഷി ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് 240 ഏക്കറിലാണുള്ളത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പൂക്കൾ നമ്മൾ വലിയ വിലയ്ക്ക് വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പൂകൃഷിക്ക് വേണ്ടി CDSകൾ മുഖേന 10,000 രൂപ പലിശരഹിത വായ്പയും നൽകുന്നുണ്ട്. കണ്ടില്ലേ, ഓണത്തിന് നമ്മൾ പൂക്കളിടാൻ തമിഴ്നാട്ടിലെ പൂക്കളെ ആശ്രയിക്കാറുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ എറണാകുളത്തെ കുമ്പളങ്ങിയിൽ കുടുംബശ്രീക്കാർ ഒരുക്കിയിരിക്കുന്ന വർണ്ണാഭമായ പൂക്കളുടെ ശേഖരങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ക്യാമറമാൻ ബേസിലിനോടൊപ്പം റിപ്പോർട്ടർ വീണ സനു, മൈഫിൻ TV, കൊച്ചി.